അപ്പൊ നമ്മുടെ സിനിമ സീരിയൽ താരമായ പ്രിയങ്ക ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തി. അപ്പൊ ഇവരൊരു നടി ആയതുകൊണ്ട് തന്നെ കുറെ മാധ്യമ പ്രവർത്തകർ കൂടെ കൂടി. അതിൽ ഏറ്റവും കൂടുതൽ ചൊറിച്ചിൽ എപ്പോഴും ഉണ്ടാകാറുള്ള റിപ്പോർട്ടർ അവരുടെ കയ്യിൽ നിന്ന് സംഗതി എരന്ന് വാങ്ങിക്കുന്ന കാഴ്ച ഇപ്പൊ വളരെയധികം വൈറലായിക്കൊണ്ട്. ഞാനിവിടെ താമസിക്കുന്ന ഒരാളാണ് എറണാകുളത്ത്. അപ്പൊ അദ്ദേഹത്തെ കാണണം എന്നുള്ള ഒറ്റ ചിന്തയോടുകൂടി വന്നതാണ്, വേറെ ഒന്നുമില്ല അതിനകത്ത്. അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്നോ? ഭക്തി എന്തിനാണ് നമ്മൾ ആരാധിക്കുന്ന ഒരാളാണോ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. മോദി ഭക്തയാണോ എന്ന് അങ്ങോട്ട് ചോദിക്കുകയാണ്. എന്നിട്ട് അടുത്ത ദിവസം അവർക്ക് ടൈറ്റിൽ കൊടുക്കാം, മോദിയോടുള്ള ഭക്തി മൂത്ത്, മോദിയോടുള്ള ആരാധന മൂത്ത് സ്ഥലത്തെത്തി പ്രിയങ്ക. അതല്ല, അങ്ങനെ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഈ ചോദ്യം തന്നെ തെറ്റാ. ഞാൻ എന്തെങ്കിലും വിളിച്ചു പറയും. പറഞ്ഞവരെന്തിനാ വന്നത്, എന്താണ് അവരുടെ ഉദ്ദേശം എന്നിട്ട് ചോദിച്ചോണ്ടിരിക്കുക. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. നമ്മൾക്ക് സ്നേഹമാണ്. ഒരു 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 ഇന്ത്യൻ പ്രധാനമന്ത്രി വരുമ്പോ കാണുക എന്നുള്ളത് മാത്രമേ നമ്മുടെ ഉദ്ദേശമുള്ളൂ. എനിക്ക് ഒരു നിലപാടിനോട്, എന്റെ നിലപാടിനോടാണ് എനിക്ക് യോജിപ്പുള്ളത്. എന്റെ നിലപാട് എന്നും മുന്നിൽ നിൽക്കും. സൂക്ഷിച്ച് സംസാരിച്ചില്ല എന്റെ വിധമാറും. ആളാരെന്നൊന്നും ഞാൻ നോക്കൂല. മൈൻഡ് യുവർ വേർഡ്സ്, ഓക്കേ? ഒന്ന് പോയേ. ആരാ ഇയാള്? രാഷ്ട്രീയ നിലപാടാണോ? എന്ത് കോപ്പിലെ ചോദ്യങ്ങളൊക്കെയാ മാപ്ര ചോദിക്കുന്നത്. വെറുതെ അല്ല, അത് അവിടുത്തെ തിക്കും തിരക്കും കണ്ടോ. എന്തെങ്കിലും അവരുടെ തൊള്ളേന്ന് കിട്ടിയിട്ട് വേണം അടുത്ത ദിവസം അവർക്ക് ബ്രേക്കിംഗ് വിടാൻ. മല്ലയാ, ഞാൻ പോകണേ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ.